ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കുള്ളതും നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതുമായിട്ടുള്ള എൻ്റെ ഭർത്താവ് എനിക്കല്ല കേട്ടോ, പിള്ളേർക്ക് കൊടുത്തുവിട്ടാകുന്ന എനിക്കെന്തുണ്ടോയെന്നറിയില്ല. അങ്ങനെ നമ്മുടെ സലീമൊക്കെ ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആരാണെന്നറിയാല്ല, ജസ്ന സലീമിന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. വാതിലിൻ്റെ അടുത്ത് നിന്നും കൊണ്ട് പറഞ്ഞുകൊണ്ടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ബാഗ് പുള്ളിക്കാരി കൊണ്ടുവന്ന് വെച്ചു. നമ്മൾ സലീമൊക്കെ കൊടുത്തു വിട്ടതാണ്. ഇനി നിങ്ങൾ ആരും വിചാരിക്കരുത് സലീമ് കാക്ക ജീവിച്ചിരിപ്പില്ല എന്നും രണ്ടും രണ്ട് പാത്രമായെന്ന അങ്ങനെ എന്നും വിചാരിക്കരുത് ആരും. അപ്പം നമ്മുടെ സലീമൊക്കെ കൊടുത്തു വിട്ട സാധനങ്ങൾ ജസ്ന പൊട്ടിക്കുകയാണ്. എനിക്കുള്ളതും നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതുമായിട്ടുള്ള എൻ്റെ ഭർത്താവ് എനിക്കല്ല കേട്ടോ. അതെന്താണാവോ എനിക്കുള്ളത് നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതുമായ ജസ്നയ്ക്കുണ്ട്. ബാക്കിയുള്ള ജനങ്ങൾക്ക്, അതായത് നമ്മക്കാർക്കും ഇല്ലാത്തതുമായ സാധനങ്ങൾ പിള്ളേർക്ക് കൊടുത്തുവിട്ടാകുന്ന എനിക്കെന്തുണ്ടോയെന്നറിയില്ല. കൊടുത്തുവിട്ടതാമെന്ന് സാധനങ്ങൾ ഇതിലൊന്നും ഇല്ലേ. എന്താന്ന് വെച്ചാൽ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടണ്ട, ഞാൻ തന്നെ വാങ്ങിയതാണ്. വീട്ടിൽ പോയതും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടല്ലോ. ഇത് കണ്ടോ ഗൈസ്, കൊടുത്തു വിട്ടതല്ലാന്ന് നിങ്ങൾ പറയരുത്. ഇത് കൊടുത്തു വിട്ടതാണ്. അങ്ങനെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ എടുക്കുകയാണ്. കുട്ടികളുടെ വിചാരം ഇവർ 24 hours എയ്ത്താണ്, കഥയത്തിനങ്ങാൻ പോകുന്നതിൻ്റെ മാതിരിയാണ് ഇവർ. പിടിച്ചോ, വേറെന്നുണ്ടോ? ബ്ലേഡ് എടുത്തിട്ട് വാങ്ങണേ. എന്തിൻ്റെ വയറാ? മാർക്കറല്ലേ? പേന, ഒരു പിടി പേന ഉണ്ടായിരുന്നു. എന്താന്നുള്ളത് നോക്കട്ടെ. അങ്ങനെ ഗുളിക മക്കൾക്കുള്ള സാധനല്ലേ, കുട്ടികളെ കൊണ്ട് പൊട്ടിച്ചൂടെ എന്നുള്ള കമന്റുകളും ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ഇതെനിക്കൊരു ഉപകാരമായിട്ടുള്ള സംഭവമാണ്. ഇത് ഞാൻ തരുമെന്നാരും വിചാരിക്കണം. കാരണം പുറത്ത് പോകുമ്പോൾ വെള്ളം കുടിക്കാൻ സുഖകരമായിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ജ്യൂസ് കുടിക്കാനല്ലടാ, അമ്മന്റെ ബാഗിൽ സ്ട്രോഡാനൊന്നും പറ്റൂലടാ. ഇല്ല, എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുക്കുന്നു. ഗോപാലൻ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറെ ബോക്സിനകത്ത് മന്ദിരം മൈക്ക് ഡബ്ബർ തന്നെ അങ്ങോട്ടൊക്കെ പറയുന്ന, നമ്മളിവിടെ റബ്ബർ കട്ട എന്നും പറയും, എറൈസർ എന്ന്, ഇങ്ങനെയൊക്കെ പല ഇതിലും പറയും. അതെടുത്ത് വെച്ച് തുറക്കണം. മറ്റേ 20 രൂപ. അതാണ് അത്ഭുതം. നാളെ ചായക്കുള്ള പൈസയായി. എൻ്റെ കെട്ടിയോൻ എനിക്ക് കൊടുത്തയച്ച 20 രൂപ കണ്ടോ? ഉണ്ടല്ലോ, വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ കണ്ടില്ല സലീമിനെ കണ്ടില്ല എന്ന് പറഞ്ഞല്ലേ ഇരിക്കണം. സലീമൊക്കെ കൊടുത്തുവിട്ട സാധനമാണ്. ആ ബോക്സിനകത്ത് കണ്ട നമ്മുടെ ഇന്ത്യൻ്റെ ഇവിടത്തെ 20 രൂപ സലീമൊക്ക നമ്മളെ ജസ്നാക്ക് കൊടുത്തു വിട്ടതാണ്. ഞാൻ തന്നപ്പൊടി കൊടുത്തു വെച്ചാൽ ഞാൻ മിണുങ്ങിന്ന് അറിയണ്ട. ഇവരെന്താ പെണ്ണിന്റെ കച്ചവടം ഉണ്ടോ ആടാ? ഇതിലും ഇതാ കുറെ പെണ്ണ്. എനിക്ക് കുറെ കുട്ടികൾ ഗിഫ്റ്റ് തന്നില്ലായിരുന്നോ? എല്ലാത്തിനും ഓരോ പെണ്ണ് ഗിഫ്റ്റ് കേട്ട് കൊടുക്കണ്ടിട്ടോ. ഇതെന്താ, എന്താണ്? പിന്നെ ഇതാരേൽപ്പിച്ചതാ? കുങ്കുമം. ആർക്ക്? മോന് വെളുപ്പ് കുറവുണ്ട് അപ്പ പറഞ്ഞു. ആണ്, മോന് അത്രക്കുള്ള വെളുപ്പൊക്കെ മതി. കുങ്കുമം ഗൈസ്,
ഓ കുങ്കുമം കുടിക്കാൻ പറ്റിയൊരു ചാണക്ക്. കുങ്കുമം കുങ്കുമം കണ്ടില്ലാന്നോ? എന്നെ വയറ്റിലയക്കും എന്തോ ഒരു കുടിച്ചിട്ടെന്നറിയോ, പക്ഷെ ഒക്കെ വേണ്ടിയിട്ടാ കുടിച്ചില്ല. ഒന്ന് റഷീദ് മാമന് മൂത്താപ്പ ഗൾഫിലായിരുന്നു. മൂത്താപ്പ കുറേ കൊടുത്തയച്ചിട്ടുണ്ടായി. അത് കുത്തിയിരുന്ന് പൊളിക്കുന്നു. കുങ്കുമം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ വീഡിയോയിൽ കിട്ടുന്നുണ്ടോടെ? വീഡിയോയിൽ കിട്ടുന്നുണ്ടേ, ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് കുങ്കുമം, സഫ്രോൺ അല്ലേ പറയാ. കുങ്കുമത്തിന്റെ ഇംഗ്ലീഷ് എനിക്കറിയൂല. നിങ്ങൾ ആരും പറയല്ലേ ഇത് ജസ്ന എല്ലാം പാക്ക് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കണേണെന്ന് ആരും പറയല്ലേ. ഇത് സലീമക്ക ജീവനോടെ ഉണ്ട്. അപ്പൊ സലീമക്ക ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. ആരും ഇനി തെറ്റിദ്ധരിക്കരുത്. ആരാ നോക്കുക, അട വെക്കുക. എവനെന്തുവാടി പെണ്ണിന്റെ കച്ചവടോ? സലീമോ? അവനട വിളിക്കട്ടെ. ഇവന് പെണ്ണിന്റെ കച്ചവടം. അടുത്ത പാക്കറ്റ് കുങ്കുമം. ഇവനെന്താ തോടെ കുങ്കുമത്തിനൊന്നും ഒരു വിലയില്ലാന്ന്. സഫ്രോണിന് 13. യവൻ എന്ന് വിളിക്കുന്ന വേറെ ആരും തെറ്റിദ്ധരിക്കണ്ട. നമ്മളെ സലീം കാക്കായാണ് യവൻ എന്ന് വിളിക്കുന്നത്. ചിലപ്പോ വിചാരിക്കും ഇനി യവൻ എന്ന് വിളിക്കണത് സ്നേഹം കൊണ്ട് വിളിക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ച് കളയല്. 13 പോയിന്റ് ഇപ്പൊ പോവുകഴിഞ്ഞു. മോളെ ഒന്ന് ചാരി വെക്ക്. മെഡിമിക്സ് ഇതൊക്കെ ഇവിടെ കിട്ടാനിട്ടാണോ ഈ എല്ലാം ഇവിടെ കിട്ടുന്ന സാധനങ്ങളാണ് സലീമൊക്കെ കൊടുത്തു വിട്ടിരിക്കണ ഗൾഫിൽ നിന്ന്. മെഡിമിക്സ് സോപ്പും ഇതൊക്കെ ഇവിടെ കിട്ടാത്തതാണ്. ഇതെല്ലാം പറക്കി കൊടുത്തു വിട്ടിരിക്കുന്നത്. എല്ലാം ഇവിടെ കിട്ടണ സാധനങ്ങള് 20 രൂപ വരെ കൊടുത്തു വിട്ടു ഇവിടത്തെ വെയിറ്റ് സാധനങ്ങളൊക്കെ കൊടുത്തയക്കുന്നത്. ഞാൻ തീരുമാനിക്കും കക്കക്ക് വേണോ തത്തക്ക് വേണോ എന്നുള്ളത്. കേട്ടുക്കോ. എടുത്തിട്ട് പറ ഇതൊക്കെ നോക്കുകയാണെന്ന്. ഹലോ ഹലോ കട്ടായിക്കാണ്. ഇയർബഡ് എനിക്ക് വേണ്ട മോനെ. എനിക്ക് നല്ല ആപ്പിളിന്റെ ഒറിജിനൽ സാധനം ഇഞ്ച കയ്യിലുണ്ട്. അതുകൊണ്ട് ഇത് നീ തന്നെ വിഴുങ്ങിക്കോ. അല്ല നമ്മുടെ സലീമാക്ക കുറഞ്ഞ സാധനങ്ങൾ എന്തിനു കൊടുത്തു വിട്ട്? ആപ്പിളിൻ്റെതും ഓറഞ്ചിൻ്റെയൊക്കെയാണ് അവരെ ജസ്നേരെ കയ്യിലുള്ള. അപ്പോൾ പിന്നെ എന്തിനു സലീമാക്ക കുറഞ്ഞ സാധനങ്ങൾ കൊടുത്തിട്ട്? അതുകൊണ്ട് വേണ്ട, അതെടുത്ത് മാറ്റി വെച്ച്. എനിക്കും വേണ്ട. ഇനി അടുത്തത് എന്തായിട്ടാണ് ഇതിൽ ചിലപ്പോൾ ഞങ്ങൾ അടി കൂടുന്നത് നിങ്ങൾ കാണേണ്ടി വരും. കാണേണ്ടി എന്തായാലും വരും, ഉറപ്പുള്ള കാര്യമാണ്. മാപ്പിള കൊടുത്തുവിടുന്ന സാധനം. പിന്നെന്തോന്ന് കുറച്ച് പേനകളൊക്കെയാണ് കേട്ടാ. പണം ഉണ്ടാ നോക്കിയത്. ഹലോ, നീ എടുത്തി? എടോ എനിക്ക് ശ്വാസം. സലീമേ, ഇനി വലിക്കുന്ന ഒരു സാധനം ഇല്ല സിഗരറ്റ്. ആരെയാണെന്നൊക്കെ അറിയാലോ വിളിക്കുന്നത്. മണത്ത് നോക്കിയപ്പോഴത്തേക്ക് ബോധക്ഷയം വന്ന് തലയിറക്കമൊക്കെ വന്ന്. എന്താണ് സംഭവിച്ചത്? ബോധക്ഷയവും തലയിറക്കമൊക്കെ വന്ന്. ഇനിയിപ്പം അങ്ങോട്ട് മെസ്സേജ് ഇട്ടൊക്കെ ഒരു ചോദ്യമുണ്ട്. അപ്പം ജനങ്ങളെല്ലാവരും അറിയണം ഇത് സലീമാക്ക ആണ് കൊടുത്തു വിട്ട, ജീവനോടെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും അറിയണം. വലിക്കുന്നതിന് പകരമുള്ള സാധനമോ? ഞാനതങ്ങ് വലിച്ചു വിട്ടടോ. അങ്ങ് കാക്കയാണ് കൊടുത്തു വിട്ടേന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മളെ കരുണാണ്ടായി. എന്റെ പൊന്ന് ജെസി മോളെ, എന്തിനാണ് നീ എടുത്ത് വലിച്ചത്? സലീമൊക്കെ പറഞ്ഞാല് വലിക്കല്ലത്. അങ്ങനെ ബോധക്ഷയമൊക്കെ വന്ന് ഇതൊക്കെ അവിടെ ഒരു
ക്രിയേറ്റ് ചെയ്യണില്ല. അപ്പം ജനങ്ങളെല്ലാവരും വിചാരിക്കണം ഇത് സലീമുക്കൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കൊടുത്തുവിട്ട സാധനമാണെന്ന് വിചാരിക്കണം. എനിക്ക് ശ്വാസം മുട്ടിയ തല ഇറങ്ങിയൊക്കെ ചെയ്യുന്നു. ഹലോ തല കറങ്ങുന്ന വീഡിയോ കട്ടാക്ക്. കുറച്ച് അഭിനയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത സാധനം പൊട്ടിക്കണതാണ്. അമ്മ വിചാരിച്ചത് നിങ്ങളെ അമ്മായിയപ്പന് സ്ത്രീധനം കൊടുക്കാൻ എന്തോ കൊണ്ടുപോകുന്നതാന്ന് വിചാരിച്ച്. ജനങ്ങളെ അറിയിക്ക എന്ത് പെടാപ്പാട് പെടണ് ജസ്ന കുട്ടി, എന്തല്ല ആരെയൊക്കെ എല്ലാം റെക്കോർഡ് ഇടണ്. അല്ല പിന്നെ ലെമൺ മിന്റ് വീഡിയോ കട്ടാക്കിക്കാളെ. അങ്ങനെ ഏകദേശം ഒരു ആശ്വാസം എന്ന് പറയാൻ ആയോന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും. എനിക്കറിയില്ലായിരുന്നു. എല്ലാവർക്കും അറിയാലോ അരുണ് സ്മോക്ക് ചെയ്യുന്നതാണ്. അരുണിന് എന്തോ അരുണിന് കൊടുത്തുവിട്ട അരുണിന് സ്മോക്ക് ചെയ്യണ സാധനമൊന്നും ഞാൻ സ്പ്രേ ആണ്. ഈ സാധനം കണ്ടപ്പോൾ ഇവിടെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സാധനവും കണ്ടപ്പോൾ ഇത് പോയപ്പോൾ ഞാൻ അതാണോന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് വലിച്ചുവിട്ടത് എനിക്കോ. സലീമാക്ക് അരുണ് വലിച്ചോണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടതാണ്. ഇത് എന്തേരാണ് വല്ല കഞ്ചാവിൻ്റെ താങ്ങാനും ആണാ കുപ്പിയിൽ കൊടുത്തു വിട്ടത്. ചിരി വരട് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ പൊന്നാര സാറേ, എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരുന്നത്. ഞാൻ ഇപ്പം തിന്ന പാസ്ത ഇപ്പം പോവും. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എൻ്റെ മോള് ബാക്കി എന്തേട്ടാന്ന് കാത്തു നിൽക്കുകയാണ്. പിന്നുള്ളത് ഡയറി മിൽക്കാണ്. അടുത്തത് നമ്മളിവിടുത്തെ ഡയറി മിൽക്കാണേ. ഒരു കാലത്ത് ഞാനിതിൻ്റെ ഫാനായിരുന്നു കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് ഫാനായിരുന്നു. അപ്പം മൈഗ്രെയിൻ വന്നതിന് ശേഷം ഈ സാധനം ഞാൻ കഴിക്കാറില്ല. ഇത് കഴിക്കണം എന്ന് കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വൈറൽ കുനാഫ, പിസ്താച്ചിയോ എന്താച്ചിയായാലും. അപ്പോൾ ഇത് കഴിക്കുന്ന ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പം എനിക്കതിന് പറ്റിയ സാഹചര്യമല്ല ഗൈസ്. അത് കഴിക്കാൻ പറ്റിയ സാഹചര്യമല്ല. അത് വലിച്ച് സ്മോക്ക് ചെയ്യണ സാധനം വലിച്ചു കൊടുത്തു. വലിച്ചപ്പോഴത്തേക്ക് മയങ്ങി ബോധക്കേടൊക്കെ വന്ന് തളർന്നു. ഓക്കെ, ഇതിന് താങ്കളുടെ കയ്യിൽ തന്നെ തരണോ ആവോ? പിടിച്ചോ. ഇനി ഇതാർക്ക് വലിക്കാനുള്ളതാ? ഇതെന്തുവാടേ? സ്പീക്കർ. ഇനി എവിടുന്ന് വലിക്കാനുള്ളതാന്നുള്ളത് പറയാൻ പറ്റില്ല. ഇത് പിസ്ത തന്നെ. സലീമിന് ജസ്ന കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ. അതിന്റെ തെളിവാകാ കൊച്ചുങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. കൊച്ചുങ്ങളടുത്ത് കൊച്ചുങ്ങളവരെ പറഞ്ഞു വെച്ചേക്കണം എന്നാണ് തോന്നണത്. എനിക്ക് അറിഞ്ഞൂടെ എന്തരൊക്കെയാണ് അർത്ഥം. ഇതെനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എടുക്കുന്നു. ഗോപാലൻ, നിനക്ക് ആവശ്യത്തില് നിന്റെ ബർത്ത്ഡേക്ക് കിട്ടിയേക്ക്. നീ നോക്ക, എന്നാ സോപ്പിട്ട് കുളി, നാളെ തന്നെ കുളി, മോനും കുളി. വാപ്പ കൊടുത്തയച്ചാലും മക്കൾക്ക് എന്ത് കൊടുത്ത് എന്നുള്ള കമന്റുകൾ. വാപ്പ കൊടുത്തു വിട്ടാലും മക്കൾക്ക് നിങ്ങൾ ആരും കമന്റ് ഇട്ടൊന്നും ചോദിക്കരുത്. വാപ്പ കൊടുത്തു വിട്ടാലും മെഡിമിക്സ് 2 സോപ്പ് ഉണ്ടായിരുന്നു, അത് 2 മക്കൾക്ക് ഓരോന്ന് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ ജസ്ന കുട്ടി പറയണത്. ഇവിടെ നിരോധിച്ചിരിക്കുന്ന 2 ആൾക്കും സോപ്പ് കൊടുത്തിട്ട്. എന്റെ സലീമേ, എന്ത് പണിയാടോ ചെയ്ത്? അയ്യോ, സ്പ്രേ എടുത്ത് വെച്ചിട്ട് അതിൽ ഒട്ടിച്ച് ഇങ്ങനെ. സലീമേ, എന്ത് പണിയാടോ നീ ചെയ്തത്? മാത്രം കൊടുത്തയക്കാണ്ടെന്നുണ്ടായിഞ്ഞോ നിനക്ക്? അതേ സ്മെല്ല്.
ഇതിനോട് മാത്രം കാക്കനോട് ഞാൻ ക്ഷമിക്കൂല. ഇവിടെ ഉണ്ട് സെയിം സാധനം. എൻ്റെ കാക്ക കഴിഞ്ഞ വരുത്തിന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. അതാണിത്. അടിച്ചിട്ട് ഇത്രത്തോളാക്കി വെച്ചതാണ്. അപ്പൊ ഇത് ആ സ്പ്രേ എടുത്തപ്പോ സങ്കടം വന്ന് മറ്റത് ഇത് പിറത്തടിച്ചിട്ട് വെച്ചതാണ്. എൻ്റെ ഉമ്മാമാരാരും അങ്ങനെ സ്പ്രേ അടിച്ച് തീർന്ന്. അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്ന് ചോദിക്കരുത്. മക്കളുടെ അടുത്തായിരിക്കും പറയണത് ഇതെൻ്റെ ഇക്കാക്ക എനിക്ക് മാത്രം കൊണ്ട് തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കണ്ണീര് വന്നു. എൻ്റെ ഉമ്മാമ്മ യൂസ് ചെയ്തതായിരുന്നു കേട്ടോ. എൻ്റെ ഉമ്മാമ്മൻ്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാ. പക്ഷെ ആരെയും അടിക്കാൻ ഞാൻ സമ്മതിക്കൂല. എനിക്ക് ഇടയ്ക്കിടക്ക് ഇതൊന്ന് സ്മെല്ല് ചെയ്യണം, ആളെ ഓർമ്മ വരാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമൊക്കെ ആക്കി ചെയ്യരുതായിരുന്നു. ഇതിനോട് ബാക്കിയെല്ലാം എനിക്ക് സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളെ സലീമൊക്കെ കൊടുത്തു വിട്ട് അവസാനം വേറെ എന്തോന്ന് മഞ്ഞക്കടലയൊക്കെയാണ് തോന്നുന്നത്. എന്തായാലും കഷ്ടപ്പെട്ട് പാക്ക് ചെയ്ത് ഇത്രയൊക്കെ ആയിട്ട് പൊട്ടിച്ചൊക്കെ കൊടുത്ത് വിട്ടു. അതിനെ പൊട്ടിക്കുന്നുണ്ട് ഇരുന്ന്. അതിന് നിങ്ങൾ ആരും വിചാരിക്കരുത് ഇത് ജസ്റ്റിനെ തന്നെ പാക്ക് ചെയ്ത് ഇതെല്ലാം ഇങ്ങനെ സെറ്റപ്പാക്കി പൊട്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് സലീമാക്ക അവിടെ ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ട സാധനങ്ങളാണ്. അതിന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത്. കൃഷ്ണനെ ആരാധിച്ചു കൊണ്ടിരുന്ന ജസ്നെ ഇപ്പോൾ മുത്തപ്പനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും കൃഷ്ണനെയും വിട്ടിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും സാധനങ്ങളൊക്കെ കണ്ടല്ലോ. ഇതാണ് സലീമാക്ക കൊടുത്തുവിട്ട സാധനങ്ങൾ. ഒന്നുകൂടെ പറയുന്നു, സലീമാക്ക ജീവനോടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞു. അങ്ങനെ സാധനങ്ങളെല്ലാം പൊട്ടിച്ചു. വളരെ ഹാപ്പിയാണ്.